എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനേ LGSൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. 2025 ജൂലൈ 19 കേട്ടോ LGSൻ്റെ മെയിൻ ലിസ്റ്റ് വന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നത്. അപ്പം എന്നെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനൊരു ദിവസം ഇങ്ങനൊരു മൊമെൻ്റ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞാൻ LGSന് വേണ്ടി എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ നടത്തിയെന്ന് നിങ്ങളോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിവിടെ ഇടുന്നത്. ഞാൻ പഠിക്കാനായിട്ട് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കിയ എൻ്റെ നോട്ടുകളാണ് കേട്ടോ. ഈ നോട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെഴുതിയത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇത് വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ഫാക്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രധാന ഘടകമാണ് ടെക്സ്റ്റ് ബുക്ക് ഇതുപോലെ റാങ്ക് ഫയലുകളായിട്ട് നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും. എൻ്റെ കയ്യിലുള്ളത് റാങ്ക് മേക്കർ വിദ്യാലയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അതിലിങ്ങനെ പോയിൻ്റായിട്ട് ഓരോന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് പോലെ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പോയിൻ്റ് കണ്ടെത്തി എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ ബുക്കിനൊരു മേന്മയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ സയൻസ് പാട്ടുകൾ എനിക്ക് കുറച്ച് ഒരു പോരായ്മ തോന്നി. സയൻസ് ഭാഗം മാത്രം. സോഷ്യൽ സയൻസിൻ്റെ ഭാഗങ്ങൾ ഈ ബുക്ക് അടിപൊളിയാണ് കേട്ടോ പഠിക്കാനായിട്ട്. എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഇങ്ങനെ ഒന്നുപോലും വിടാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പോയിൻ്റായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. സയൻസ് ഈ ബുക്ക് പോരാ എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കൊമേഴ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് സയൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ബുക്ക് ഇത്തിരി പോരായ്മ തോന്നിയതാണ് കേട്ടോ. പിന്നെ ഞാൻ LGSൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുത്ത റാങ്ക് ഫയലാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞാൻ റാങ്ക് ഫയൽ അധികം പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോട്ട് ബുക്കാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ആകെ പഠിച്ചിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഭാഗം. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭരണഘടനയുടെ ഭാഗം മാത്രം. പിന്നെ കുറച്ച് സയൻസ്. ആ ഭാഗം മാത്രമേ ഞാൻ ഈ റാങ്ക് ഫയലിൽ നിന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് എൻ്റെ റാങ്ക് ഫയലല്ല കേട്ടോ. എൻ്റെ അടുത്ത് റാങ്ക് ഫയലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊക്കെ എടുത്ത് ഓരോരോ സാഹചര്യം വന്നപ്പോൾ ഓരോരുത്തർക്ക് കൊടുത്തു കേട്ടോ. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ആ കുട്ടിയുടെ റാങ്ക് ഫയലാണ്. അപ്പോൾ എന്നോട് പഠിച്ചോളാൻ പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ സയൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഞാൻ ഈ റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഈ LGSനുള്ള എല്ലാ പഠിത്തവും ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ നോട്ട് ബുക്കിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമില്ലേ എന്നറിയില്ല, പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. കാരണം എൻ്റെ പുസ്തകം കണ്ടാലറിയാം. ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വരച്ച് അവിടെ ഇവിടെ ഇങ്ങനെ നിറച്ച് വരകളും ഇതൊക്കെ എനിക്ക് ആവശ്യമാണ്. കാരണം അത് കണ്ടാലേ ഞാനതൊക്കെ പഠിച്ച് തീർത്തതാണല്ലോ എന്ന് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ നോട്ട് ബുക്കായാലും ടെക്സ്റ്റ് ബുക്കായാലും ഒക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഈ റാങ്ക് ഫയലിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അത്രയും ഭാഗം മാത്രമേ ഞാൻ റാങ്ക് ഫയലിൽ നിന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് റാങ്ക് ഫയൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക്